ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വറുത്ത ഗോതമ്പ് പുട്ടുപൊടി കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പുട്ടുപൊടി എടുത്തു. അതിലേക്ക് ഒരു തേങ്ങയുടെ പീര ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കും. അപ്പോൾ ഈ തേങ്ങയും പീരയും ഈ മാവും എല്ലാം കൂടെ ഒന്നിച്ച് സ്പ്രെഡായി വരണമല്ലോ, അതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു സ്വല്പം ഉപ്പ് കൂടി അതിലേക്കിടും. ഉപ്പിടുന്ന എന്തിനാന്ന് വെച്ചാൽ എന്നാലും നമ്മൾ ആ ഇടുന്ന ചേരുവകളെല്ലാം കൂടെ ഒന്ന് ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടുന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിന് നമുക്കൊരു ശർക്കര പാനിയാക്കണമല്ലോ, അതിന് വേണ്ടി ഞങ്ങൾ ശർക്കര എടുത്തു, നിരപ്പിൽ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഈ ശർക്കര കട്ടയെ കിടക്കുന്നതൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് പരുവൊന്നുമില്ല. ഈ ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. എന്നിട്ടിത് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വേസ്റ്റും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് അരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറിപ്പോവും. പിന്നെ നമ്മൾ ആ ശർക്കര പാനിയാക്കിയത് നല്ല അതേ ചൂടോട് തന്നെ നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിശ്രിതം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവേ. ഇപ്പോൾ അഥവാ ഈ ഗോതമ്പ് പൊടി നമ്മളെ കയ്യിലില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, നമുക്ക് ഈ ഗോതമ്പ് വറുത്തിട്ട് നമ്മുടെ പുട്ടിന് പൊടിക്കത്തില്ല, തരിതരിയായിട്ട് പുട്ടുപൊടി, അതേപോലെ പൊടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറാൻ വെച്ചാൽ മാത്രമല്ലേ നമുക്ക് ഒന്ന് കൈ വെച്ചൊന്ന് കുഴച്ചാലേ ഇത് നല്ല പരുവാകത്തുള്ളേ. അപ്പോഴത്തേക്കും നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് എടുത്തത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടാം. കപ്പലിൻ്റെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ബദാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഗ്രേറ്റ് ചെയ്ത് ഇതിൽ മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാനിവിടെ ടേസ്റ്റി വൈസ് അല്ല നോക്കിയത്, ഹെൽത്ത് വൈസാണ് നോക്കിയത്. ഇവിടെ ഞാൻ വെറുതെ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി, ശർക്കര, ഏലക്ക, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇത് എല്ലാം ഇങ്ങനെ ഷേപ്പാക്കി വെച്ച് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് നമുക്ക് എപ്പോഴും കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാം. ചായയുടെ കൂടെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.